യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കുറെ ദിവസമല്ലോ മുറിയടിച്ച് തപസ് തുടങ്ങിയിട്ട്. എന്നിട്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടോ? നിങ്ങളുടെ അവിഹിത സന്തതി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതലുള്ള ശീലം ഇത്. നിങ്ങൾ എന്താ കരുതിയത്? മുറിയടച്ച് സമരം ചെയ്താ ഞങ്ങൾ അവളെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ മൂത്ത ചേച്ചിയായി വാഴിക്കുമെന്നോ? ഞാൻ നിങ്ങളോട് അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ എന്താ നിങ്ങൾ ഈ മിണ്ടാസമരം നടത്തി ആവശ്യപ്പെടുന്നേ? പുറത്ത് നടന്ന കോലാഹലം മുഴുവൻ കേട്ടല്ലോ. കാശ് കൊടുക്കാനുള്ളവരെ ഇങ്ങോട്ട് വന്ന് ബഹളം വെക്കുന്നേ. അവരോട് ഞങ്ങൾ എന്തു പറയും? അമ്മ തന്നെ പറ. അതോ കടക്കാരുടെ തല്ലുകൊണ്ട് ഞാനും അച്ഛനും ചത്തോട്ടേന്നാണോ? അല്ല, ഞങ്ങൾ ചത്താലും നിങ്ങൾക്കൊരു പ്രശ്നം കാണില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത പുത്രിയുണ്ടല്ലോ. അങ്ങനെ ഒരു വേറെ കൂറെ ഞാൻ നിങ്ങളോട് ഇതുവരെ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ വരെ കാണിച്ചല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ പ്രത്യേകിച്ച് കാണിക്കുന്നത്? അഹല്യേ, എന്താ വിഷമം തോന്നുന്നുണ്ടോ? മക്കൾക്കും പേരക്കുട്ടികൾക്കുമായി എഴുതി വെച്ച സ്വത്ത് ക്രയവിക്രയം ചെയ്യാൻ ജാരസന്തതിയുടെ കയ്യൊപ്പ് വേണമെന്ന് ആധാരത്തിൽ എഴുതി ചേർത്ത ലോകത്തിലെ ആദ്യത്തെ തന്തയായിരിക്കും നിങ്ങളുടെ അച്ഛൻ. അവള് കാരണം ഇപ്പൊ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഞങ്ങളാ. നിങ്ങൾക്കുള്ളതൊന്നും ആരും തട്ടിയെടുക്കാൻ വരില്ല. എന്നിട്ടാണോ അവസാന നിമിഷം ഇങ്ങനെ ഒരു കുരുക്ക് കയറി വന്നത്? ഞങ്ങൾക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യമേ അറിയായിരുന്നു. എല്ലാം ഒളിപ്പിച്ചു വെച്ച് ജീവിച്ചതാ. അയ്യോ മോളെ, ഇല്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അഭിനയം മതിയെന്നേ. നാടകം കളിക്കാൻ നിങ്ങൾ പണ്ടേ മിടിക്കുകയാണെന്ന് എനിക്കറിയാം. നൊന്ത് പ്രസവിച്ചൊരു കുഞ്ഞിന്റെ കാര്യം മറച്ചു വെച്ച് ഞങ്ങളുടെ അച്ഛനെ കുടിക്കിയതല്ലേ നിങ്ങള്? മോളെ, അത് നിങ്ങളുടെ കാര്യം. എന്നാൽ ഞങ്ങൾ ഇതിനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയത്? കുട്ടികളെ വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കായിരുന്നോ?